ഹരേ കൃഷ്ണ. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ് സീതയെ ഉപേക്ഷിക്കാൻ. ആ കഥാഭാഗത്തിൻ്റെ 2ാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ശ്രീരാമൻ പറയുന്നു ലക്ഷ്മണനോട്, സോദര, ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ പിറന്നവന് ലോക അപവാദം സഹിക്കാൻ ഒരിക്കലും കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ നീ നാളെ രാവിലെ തന്നെ സീതയെ വനത്തിൽ ഉപേക്ഷിച്ച് മടങ്ങുക. ദേവി ഗംഗാതീരത്തുള്ള പുണ്യാശ്രമങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹം നേരത്തെ എന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് നിറവേറ്റി കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് പറ്റിയ ഒരവസരം. ഇത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, പ്രഭോ, അങ്ങ് എന്തിനാണ് ഈ പാപം ചെയ്യുന്നത്? വനത്തിൽ ഉപേക്ഷിക്കത്തക്ക എന്ത് അപരാധമാണ് സാധിയായ ദേവി ചെയ്തത്? ലക്ഷ്മണ, ഇതൊരഗ്രജൻ്റെ കൽപ്പന മാത്രമല്ല, അയോധ്യാധിപനായ ശ്രീരാമൻ്റെ ആജ്ഞയാണ്. രഥം തയ്യാറാക്കി നിർത്താൻ സുമന്ത്രനോട് പറയുക. തമസാ നദീതീരത്തുള്ള വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിന് സമീപം ദേവിയെ കൊണ്ടുവിട്ടിട്ട് വരിക. ആജ്ഞ അനുസരിച്ചാൽ മതി, മറുത്തൊന്നും നീ പറയേണ്ടതില്ല. ജ്യേഷ്ഠൻ്റെ ആജ്ഞ കണ്ണീരോട് ശ്രവിച്ച ലക്ഷ്മണനു പിന്നെ അധിക നേരം നിൽക്കാനായില്ല. അനുജൻ ദുഃഖാകുലനായി മടങ്ങുന്നത് കണ്ട് ശ്രീരാമൻ നെടുവീർപ്പിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നടന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ സുമന്ത്രർ തയ്യാറാക്കിയ രഥത്തിലേറി ലക്ഷ്മണൻ സീതാദേവിയുടെ അന്തഃപുരത്തിലെത്തി ഇങ്ങനെ അറിയിച്ചു, ദേവി, അവിടുത്തെ ആഗ്രഹപ്രകാരം ഗംഗാതടത്തിലെ പുണ്യാശ്രമങ്ങൾ സന്ദർശിക്കാൻ ജ്യേഷ്ഠൻ അനുവദിച്ചിരിക്കുന്നു. ദേവിയെ അനുഗമിക്കുന്നതിനായിട്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ദേവി ഉടനെ തയ്യാറായാലും. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടയായ ദേവി മുനിമാർക്ക് സംഭാവന നൽകുന്നതിനുള്ള ഉപഹാരങ്ങളും എടുത്തുകൊണ്ട് തേരിൽ കയറി. സുമന്ത്രൻ രഥം അതിവേഗം പായിച്ചു. അപ്പോൾ സീതാദേവി ലക്ഷ്മണനോടായി പറഞ്ഞു, കുമാര ലക്ഷ്മണ, എന്തുകൊണ്ടോ എൻ്റെ ദേഹം വിറകൊള്ളുന്നു, വലത് കണ്ണു തുടിക്കുന്നു. വല്ല അമംഗള സൂചനയുമാകുമോ? ആര്യപുത്രന് വല്ല അസുഖവും? ദേവി, അശുഭകരമായത് സംഭവിക്കാതിരിക്കാൻ സർവേശ്വരനെ ധ്യാനിക്കുക. ഉള്ളിൽ ദുഃഖമടക്കിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു. പ്രകൃതി ഭംഗികൾ വീക്ഷിച്ചിരുന്ന ദേവി ലക്ഷ്മണന്റെ ദുഃഖം അറിഞ്ഞതുമില്ല. എന്നാൽ ഗംഗാതീരം അടുക്കാറായപ്പോൾ ലക്ഷ്മണൻ വിങ്ങിപ്പൊട്ടി. അതുകൊണ്ട് സീതാദേവി ജ്യേഷ്ഠനെ പിരിഞ്ഞതിലുള്ള വിഷമം കൊണ്ടാകാം ലക്ഷ്മണൻ കരയുന്നതെന്ന് കരുതി. ഗംഗാനദി തരണം ചെയ്ത ശേഷം ലക്ഷ്മണൻ